തല്ലിയൊക്കെ നാസറെ തുറന്നിട്ടുണ്ട്. അത് തള്ളിക്കോ തള്ളിക്കോ. സത്യം പറഞ്ഞ പറയാൻ വാക്കുകൾ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സംഭവം ഇത് നടന്നത് എൻ്റെ വീട്ടിലാണെങ്കിൽ കൂടിയും അതിന് ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു സംഭവമായ കാരണം എനിക്ക് നിങ്ങൾ ആ ഫസ്റ്റ് വിഷ്വലിൽ നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വിഷ്വലിൽ കുറെ കമന്റ്സ് ഒക്കെ ഫസ്റ്റ് ആദ്യത്തെ ദിവസം മാത്രമേ ഞാൻ കമന്റ്സ് നോക്കിയുള്ളൂ. ആ കമന്റ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ നെഗറ്റിവിറ്റി കമന്റ്സ് ആയിരുന്നു. അത് കാരണം അത് പോയ സാധനത്തിനെക്കാട്ടിയും അപ്പുറം ഞങ്ങളെയൊക്കെ ഒരുപാട് മാനസികമായിട്ട് ഇതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പോയി എന്നുള്ള സത്യം എനിക്കും ഞങ്ങൾക്കും ദൈവത്തിനും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതാണ്. അതിനെക്കുറിച്ച് റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട് സർക്കിളിലായാലും എല്ലാവരും ഓരോ ആരോപണങ്ങളും ഇതെല്ലാം ഇതാണ്. പിന്നെ അന്നത്തെ SP സാറ് നന്നായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് സ്ക്വാഡൊക്കെ രൂപീകരിച്ചു. അപ്പോഴും വലിയൊരു പുകമറ തന്നെയായിരുന്നു. ഇന്നലെ SP സാറ് പറഞ്ഞ പോലെ തന്നെ പ്രതികളെ മുൻകൂട്ടി ഒരു ധാരണയോട് കൂടി തന്നെയാണ് ഇത് അന്വേഷണം മുന്നോട്ട് പോയത്. ഒരു തരത്തിലുള്ള തെളിവുകളും മുന്നിലില്ലാത്ത കാരണം വലിയൊരു പീഡനമായിരുന്നു. അപ്പോൾ ഒരു സാറ് പറഞ്ഞ പോലെ തന്നെ ഷാഡോ വർക്കിൽ ലാസ്റ്റ് 2 months ആയിട്ട് വളരെയധികം അവിടെ നിന്നാണ് ശരിക്കുള്ള ഡെവലപ്മെന്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. 2.5 months ഉള്ളിലായിട്ടുള്ള സാറ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാ ഇൻഫർമേഷനും നമ്മളെയുള്ള മുതൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഞാനും പോലീസിന്റെ പിന്നാലെ തന്നെ അതിൻ്റെതായിട്ടുള്ള ഫോളോ അപ്പിൽ ഇത്രയും മാസമായിട്ട് ഇതിന്റെ പുറകിൽ തന്നെയായിരുന്നു. ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ വന്നു പോയതും ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ്. ഇത്തരം വീടുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ പോലീസ് കുറേ കാര്യങ്ങൾ ആ സാധനം റിക്കവറി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനിയും കിട്ടാനുണ്ട്. കേരളത്തിന് പുറത്തും ഇതിന്റെ കണ്ണികളുണ്ട് എന്നാണ് ഇപ്പോൾ ഉള്ള ധാരണ. മറ്റു വല്ല സഹായികളും ഇതുമായി അനുബന്ധമായിട്ടുണ്ടായിരുന്നെങ്കിൽ അതും പോലീസ് നോക്കുന്നുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി അന്ന് നിശ്ചയിക്കപ്പെട്ട ടീമിന്റെ നിരന്തരമായ ഇടപെടലും ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അതിന്റെ കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരുടെ ആ കഴിവുകളെ അഭിനന്ദിക്കുന്നു. ഈ കുടുംബത്തിന്റെ മാത്രമല്ല, നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാവരുടെയും പിന്നെ ഒരു ആശങ്കയും അതുപോലെ തന്നെ അവർക്കുള്ള മറ്റൊരു വീട്ടിലേക്കുള്ള ഒരു നാളെ ഉണ്ടാവും എന്നൊരു തോന്നലിലേക്ക് ഞങ്ങൾ എത്തിക്കാത്ത വീട്ടിൽ പോലീസ് ഞങ്ങളുണ്ട്, എന്ത് പ്രശ്നം ഞങ്ങളുണ്ട് തെളിയിക്കുന്ന ഒരു വീട്ടിലേക്കാണ് പോലീസ് വന്നിട്ടുള്ളത്. അതിൽ പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ?